നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത് പേഴ്സണാലിറ്റി എങ്ങനെ അസസ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞില്ലേ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ പറ്റും, ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ പേഴ്സണാലിറ്റിയെ നമുക്ക് എങ്ങനെ അസസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അപ്പൊ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ നമുക്ക് രണ്ട് തരം ടെക്നിക്സ് ഉണ്ട്. Okay, personality assessment is broadly classified into two techniques. One is projective techniques and the second one is non-projective techniques. അപ്പോൾ ഈ രണ്ട് ടെക്നിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം projective technique എന്താന്ന് നോക്കാം. So projective techniques of personality assessment involves ambiguous and unstructured stimuli such as inkblots or vague pictures which encourages individuals to project their unconscious thoughts, feelings and desires. അപ്പോൾ പ്രൊജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്ട്രക്ചേർഡ് വേയിലല്ല ഈ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് വേഗമായിട്ട്, അതായത് നേരിൽ ചോദിച്ച് നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുകയല്ല, അയാൾക്ക് എന്ത് കൊടുക്കുകയാണ്, പല സിറ്റുവേഷൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പല എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഡിസൈർസ് ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, അത് ആംബിഗ്യൂസ് ആണ് ആൻഡ് അൺസ്ട്രക്ചേർഡ് സ്റ്റിമുലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? These techniques aim to uncover hidden aspects of personality that are not easily accessible through direct questioning. അതായത് നമുക്ക് നേരിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിന് നമ്മൾ എങ്ങനത്തെ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെസ്റ്റ്. അതായത് വേഗമായിട്ട് ഒരു പിക്ചർ കാണിച്ചിട്ട് ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചായിരിക്കും നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നത്. അപ്പൊ ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലൈൻ കൊടുത്തു, ഒരു സ്റ്റോറിയുടെ ഏതെങ്കിലും ഒരു ലൈൻ കൊടുത്തു, ഐ വാസ് വാക്കിംഗ് ഇൻ ദ റെയിൻ ആൻഡ് ഐ സോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ ബാക്കി നമ്മളോട് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ അത് എന്തിനാ ചെയ്യാൻ, നമ്മൾ എങ്ങനെയാണ് അതിന്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക? നമ്മുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചായിരിക്കും. അപ്പം ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? റെസ്പോൺസസ് ആർ ഓപ്പൺ എൻഡഡ് ആൻഡ് ഇന്ററപ്റ്റഡ് ബൈ ട്രെയിൻഡ് പ്രൊഫഷണൽസ് മേക്കിംഗ് ദീസ് ടെസ്റ്റ് സബ്ജക്റ്റീവ് ആൻഡ് റിലയൻറ്റ് ഓൺ ദ എക്സാമിനേഴ്സ് എക്സ്പെർട്ടീസ്. അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്ന ഉത്തരങ്ങളിൽ നിന്നും നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ കഴിവ് അനുസരിച്ചിരിക്കും അല്ലെ. നല്ല ട്രെയിൻഡ് പ്രൊഫഷണൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ അല്ല, പുതിയൊരാളാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരാൾക്ക് ഇത് അസസ് ചെയ്യാൻ പാടായിരിക്കും. അതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണെങ്കിലോ, നോൺ പ്രൊജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചേർഡ് ആണ് അല്ലേ, structured and objective ആണ്. So non-projective techniques on the other hand are structured and objective using standardized questionnaires and rating scales to measure specific personality trait. അതായത് ഇതെന്താണ്, ഇത് കംപ്ലീറ്റ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. These techniques are highly reliable, quantifiable and designed to provide clear and consistent results. അപ്പം ഇതെന്ന് പറയുന്നത് ട്രൈഡ് ആൻഡ് ട്രസ്റ്റഡ് എന്ന് പറയുന്ന പോലെയാണ് അല്ലേ, ഓൾറെഡി നല്ല റിലയബിൾ ആണ്. അത് ആര് കൊടുത്താലും അതിന്റെ ആൻസേഴ്സിന് എന്താ പറയാ നമുക്ക് അസസ് ചെയ്യാൻ സ്കെയിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാർക്കിംഗ് സ്കീംസ് ഉണ്ടാവും. അപ്പൊ അതെന്താണ്, അങ്ങനത്തെ ടെക്നിക്സിനെയാണ് നമ്മൾ നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊരു 3-4 നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്താണ് ആ ടെക്നിക്ക് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രൊഷാസ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. അതായത് പാർട്ടിസിപ്പൻസ് ഇന്റർപ്രറ്റ് എ സീരീസ് ഓഫ് 10 symmetrical inkblot cards which helps unveil unconscious thoughts and emotions. അപ്പൊ ഈ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് എടുക്കുന്ന ആരാണോ ഓക്കെ പാർട്ടിസിപ്പൻസിന് കൊടുക്കുന്നത് എന്താണ്, കാർഡ്സ് കൊടുക്കും, ഇങ്ക് ബ്ലോട്ട്സ് ഉള്ള, അതായത് ഇങ്കിന്റെ പോയിന്റ്സ് ഉള്ള കാർഡ്സ് കൊടുക്കും. ഓക്കെ, അപ്പം ഈ കാർഡ്സ് വെച്ചിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത്, ഇത് ഒരു എന്താ പറയാ 10 കാർഡ്സാണ് കൊടുക്കുന്നത്. 10 കാർഡ്സ് കൊടുക്കുന്നതിൽ 5 കാർഡ്സ് ബ്ലാക്കും ഗ്രേയും കളറിലും 5 കളേർഡ് കാർഡ്സും ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ കാർഡ്സിന് എന്താണ്, ഈ കാർഡ്സിൽ ഒരു സ്പെസിഫിക് മീനിങ്ങും കാണും. ഓരോ കാർഡും ഓരോ മീനിങ് ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് ഓരോ ഇൻഡിവിജ്വലിന് കാണിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഓർഡറിലായിരിക്കും. അപ്പം ഈ ഒരു ഓർഡറിൽ നമ്മൾ ആ കാർഡ്സ് പ്രസന്റ് ചെയ്യുമ്പോൾ അയാളുടെ റെസ്പോൺസ് എന്താണോ ആ റെസ്പോൺസിൽ നിന്ന്
നമുക്ക് എന്ത് കിട്ടും? അൺകോൺഷ്യസ് ആയിട്ടുള്ള അയാളുടെ തോട്ട്സും അയാളുടെ ഡിസയേഴ്സും ഇമോഷൻസും എല്ലാം നമുക്ക് മനസ്സിലാക്കാം എന്ന രീതിയിലാണ് ഈ ഒരു ടെസ്റ്റ് നടക്കുന്നത്. അപ്പം ഈ റെസ്പോൺസ് അനലൈസ് ചെയ്യുമ്പോൾ എന്താ പറയാ, ആ ഒരു കാർഡിന്റെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യും. പിന്നെ എന്താണ് അതിന്റെ ഫോം ബേസ് ചെയ്തിട്ട് അതിന്റെ കളർ എന്താ കാണുന്നത്, അങ്ങനെയാണ് ഇതിന്റെ ഇൻപ്ലോട്ട് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാറ്റ് ടെസ്റ്റ് ആണ്. ടാറ്റ് എന്ന് പറയുന്നത് എന്താണ്? തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ക്രിയേറ്റ് സ്റ്റോറീസ് ബേസ്ഡ് ഓൺ ആംബിഗ്യൂസ് പിക്ചേഴ്സ് ഓഫ് പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ അൺകവറിംഗ് ദെയർ അണ്ടർലൈങ് മോട്ടീവ്സ്, ഫീലിംഗ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ്. അതായത് നമ്മൾ എന്തുണ്ടാക്കണം? സ്റ്റോറി ഉണ്ടാക്കണം. അതായത് പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പിക്ചേഴ്സ് പറഞ്ഞിട്ട് അതിന് സ്റ്റോറി ഉണ്ടാക്കണം. അതിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് തെമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്? സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് കൊടുക്കും. അത് എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് ആ സെന്റൻസ് കംപ്ലീഷനിൽ വരും എന്നാണ് പറയുന്നത്. പിന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വേർഡ്സ് കൊടുക്കും. അതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നേ? ഈ വേർഡ് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നേ? അത് നമ്മൾ കളിക്കുന്ന ഗെയിം അല്ലേ, അതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. പിന്നെ ചിൽഡ്രൻസ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കായിട്ട് ഡിസൈൻ ചെയ്തൊരു ടെസ്റ്റ് ഉണ്ട്. ദിസ് ടെസ്റ്റ് ഇൻവോൾവ് പ്രസന്റിംഗ് എ സ്റ്റിമുലസ് വേർഡ് ഓർ സിനേറിയോ പ്രോംപ്റ്റിംഗ് ചൈൽഡ് ടു റെസ്പോണ്ട്. Their response help reveal emotional concerns, fears or unresolved conflicts. അപ്പം ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. അതിലെന്താണ്? ഒന്നുകിൽ ഒരു വേർഡ് കൊടുക്കും അല്ലെങ്കിൽ ഒരു സീൻ കൊടുക്കും. അതിൽ കുട്ടി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നോ എന്നുള്ളതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിയെ അസസ് ചെയ്യാം എന്നാണ് പറയുന്നത്. So these techniques are valuable for exploring deeper, often unconscious layers of personality, especially in individuals who might struggle with verbalizing their thoughts and feelings directly. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പൊതുവെ നമ്മൾ എന്താ പറയുക, പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ലേ, ഒത്തിരി സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് പറയാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. ആ ആളുകളിൽ അവരുടെ എന്താ പറയുക പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ്, തോട്ട്സ് ഇതെല്ലാം അനലൈസ് ചെയ്യാൻ ഈ ടെസ്റ്റുകൾ ഉപകരിക്കും. അപ്പൊ